പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കാം, ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് നാം ചിന്തിക്കുന്നത് ഫിലിപ്പോസിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ഷണ്ണനെ സംബന്ധിച്ചാണ്. ഇന്ന് നാം 27-ാമത്തെ വാക്യം മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഫിലിപ്പോസിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഉണ്ട്. 27-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു. ചെന്നപ്പോൾ അത്ര മതി. അവൻ പുറപ്പെട്ടു. പോക എന്ന് പറഞ്ഞപ്പോൾ അവൻ പുറപ്പെട്ടു. ഇവിടെ സുവിശേഷകനായ ഫിലിപ്പോസിന്റെ അനുസരണത്തെയാണ് കാണിക്കുന്നത്. സമർപ്പണത്തിന്റെ തീഷ്ണതയാണ് അനുസരണത്തിന് വേണ്ടി നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ആലോചനയെ അനുസരിക്കാനുള്ള പ്രതിബദ്ധത നമുക്കുണ്ടാകുന്നത് അതിനോടുള്ള നമ്മുടെ ആ സമർപ്പണം കൊണ്ട് മാത്രമാണ്. നിർബന്ധം കൊണ്ട് ഒരിക്കലും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കില്ല. സമർപ്പണം കൊണ്ട് കഴിയും. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിളിക്കപ്പെടുന്ന ഓരോ ദൈവ പൈതലും അവന്റെ ദാസനായിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, ആ കർത്താവ് നമ്മൾ ഉപയോഗിക്കേണ്ടതിന് നമ്മൾ അവന് കീഴടങ്ങണം, കീഴ്പ്പെട്ടിരിക്കണം. സമർപ്പിച്ചാലേ അനുസരിക്കാൻ പറ്റൂ. ചിലപ്പോൾ കഠിനപ്പെട്ട കാര്യങ്ങളായിരിക്കാം. പക്ഷെ നമ്മളിൽ ഒരു തീവ്രമായ സമർപ്പണമുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും ചെയ്യും. അനുസരണത്തിന് അടിസ്ഥാനപരമായ കാര്യം രണ്ടാണ്. ഒന്ന് സ്നേഹം, രണ്ട് സമർപ്പണം. സ്നേഹവും സമർപ്പണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പറയുന്ന കാര്യങ്ങളെ അനുസരിക്കും. ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നമ്മളത് അനുസരിക്കണമെങ്കിൽ നമ്മൾക്ക് അവനോടുള്ള സ്നേഹവും നമുക്ക് അവനോടുള്ള അവന്റെ മുൻപിലുള്ള സമർപ്പണവും കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ദൈവത്തിന്റെ ആലോചന ചോദിക്കാറില്ല. ചോദിച്ചാൽ പിന്നെ കർത്താവ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അനുസരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ആലോചന ചോദിച്ച് ദൈവത്തിൽ നിന്ന് കേട്ട് അനുസരിക്കാനുള്ള അവധാനത നമ്മൾക്കില്ല. അനുസരിച്ചാൽ മാത്രമാണ് സ്നേഹം പ്രകടമാകൂ, സമർപ്പണവും പ്രകടമാകൂ. അത് ദൈവത്തിന്റെ ഒരു ടൈമിംഗ് ആണ്. ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അപ്പൊ തന്നെ അത് ചെയ്യാനുള്ള വില്ലിങ്നെസ് നമുക്കുണ്ടാകണം. ഞാൻ തയ്യാറാണ് എനി ടൈം. എപ്പോൾ കർത്താവെ നീ എന്നോട് എന്തു കൽപ്പിച്ചാലും ഞാനത് ചെയ്യാം. ഇത് പറയുമ്പോ നമ്മുടെ സഹോദരിമാര് പറയാറുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ ആണുങ്ങളെ പോലെയല്ല ഞങ്ങൾ പെണ്ണുങ്ങൾ. വളരെ ശരിയാണ്. ആണുങ്ങൾക്ക് ഒന്നും നോക്കാനില്ല, എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോകാം. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെ അല്ല. ആരുടെ എല്ലാം പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം പുറത്തു പോകാൻ. അതും ശരിയാണ്. ഏതപ്പോ തെറ്റുള്ളതൊന്നുമില്ല. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ കർത്താവ് പറയുന്നത് എന്തും അനുസരിക്കാനുള്ള ഒരു തുടിപ്പുണ്ടെങ്കിലും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതാകുമ്പോൾ
അവിടെ ഒരു സംഘർഷമുണ്ട്, അവിടെ ഒരു ഏറ്റുമുട്ടലുണ്ട്, അവിടെ ഒരു കഷ്ടതയുടെ വഴിയുണ്ട്, അവിടെ ത്യാഗത്തിന്റെ വഴി അവിടെയുണ്ട്. നമ്മൾ വിവാഹിതനാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ വിധേയത്വം ഒഴിവാക്കാൻ കഴിയാത്തതാണ്. പക്ഷേ സ്ത്രീയായാലും പുരുഷനായാലും കർത്താവിനെ അനുസരിക്കുക, അവൻ എന്നോട് പറഞ്ഞാൽ അത് ചെയ്യുക, അതിന് വിധേയപ്പെടുക എന്നുള്ള ആ ഒരു തീരുമാനത്തെയാണ് നമ്മൾ സമർപ്പണം എന്ന് പറയുന്നത്. അതിന്റെ മുൻപിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും അതിനെ മാറ്റിത്തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതിനെ നമ്മുടെ മുൻപിൽ നിന്ന് ആ കല്ല് മാറ്റുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് അത് നമുക്ക് അതിന്റെ വഴികൾ, നമുക്ക് അതിനകത്തൊരു ആത്മഭാരം ഉണ്ടെങ്കിൽ ദൈവം അതിനുള്ള വഴികൾ തുറന്നു തരുമെന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിക്കുന്നതും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതുമാണ് നല്ലത്. ഞാൻ ആ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നാണ്. ദൈവം നിശ്ചയമായിട്ടും അതിനുള്ള വഴികൾ ഒരുക്കും. പക്ഷെ നമുക്ക് അതിനകത്തൊരു ഭാരമുണ്ടാകണം. ചുരുക്കത്തിൽ ഇന്ന് രാത്രി നാം ഈ വചനത്തിന്റെ മുൻപിലിരിക്കുമ്പോൾ കർത്താവ് പറയുന്നതിനെ അനുസരിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധത നാം കർത്താവിനോടൊന്ന് പറയണം. ഞാനത് കേൾക്കാം, നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. പിന്നെ നമ്മൾ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ അങ്ങനെ നമ്മുടെ സമർപ്പണം വന്നാൽ ഉടനെ തന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മളത് അനുസരിക്കുമോ എന്നൊരു പരിശോധനയുണ്ട്. ആ പരിശോധനയിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ, അത് ആവർത്തിക്കപ്പെട്ടാൽ പിന്നെ ദൈവാത്മാവ് നമ്മളോട് അങ്ങനെ ഒരു സന്ദേശം തരില്ല, ഒരു ആലോചന തരില്ല. ഞാൻ പറഞ്ഞത് ഫിലിപ്പോസ് അനുസരിച്ചു. നീ പോക എന്ന് പറഞ്ഞപ്പോഴേ തന്നെ പോയില്ലെങ്കിലോ ഷണ്ണനെ കാണില്ല. ഷണ്ണൻ അത് വായിക്കും, ഷണ്ണന്റെ വഴിക്ക് പോകും. എന്നാൽ അനുസരിച്ചതുകൊണ്ട് ഫിലിപ്പോസിന് മറ്റ് ശിഷ്യന്മാർക്ക് ഒന്നും ലഭിക്കാത്ത ഒരു അനുഭവം ഫിലിപ്പോസ് അനുഭവിച്ചു. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫിലിപ്പോസിന് അവിടുന്ന് ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോയി. അങ്ങനെയൊരു സാഹചര്യം വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. ഫിലിപ്പോസിനെ ദൈവം എടുത്തുകൊണ്ടുപോയി. അനുസരിച്ചാൽ, എന്താ കേട്ടെ, അനുസരിച്ചാൽ അത്ഭുതങ്ങളെ കാണും. അത്ഭുതങ്ങളെ കാണാൻ കഴിയാത്തതിന്റെ കാരണം നമ്മൾ പലപ്പോഴും അനുസരിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മളെ അനുസരിക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ തിയറി. ഞാൻ കാണിച്ചു കൊടുക്കുന്ന, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന, ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ആലോചനകളെല്ലാം അപ്രൂവ് ചെയ്യണം. അതെല്ലാം അപ്രൂവ് ചെയ്തു തരാനാണ് നമ്മളുടെ ഇന്നത്തെ വാഞ്ച. നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ്. കർത്താവേ, ഞാൻ എൻ്റെ മകളുടെ വിവാഹം ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചിരിക്കുക. അത് ഭംഗിയായിട്ട് നടത്താൻ നീ എന്നെ സഹായിക്കും. എൻ്റെ മകൻ വിദേശത്ത് പോകാനായിട്ട് അതിൻ്റെ വിസയും ടിക്കറ്റും എല്ലാം റെഡിയായി. യാത്രയിൽ നീ കൂടെ ഇരിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ സ്റ്റൈൽ ശരിക്കും ഇങ്ങനെയല്ലേ? ഞാനൊരു വീട് പണിയാനായിട്ട് തീരുമാനിച്ചു. കർത്താവെ, എന്നെ നീ സഹായിക്കണം. ഇതെല്ലാം നമ്മളിങ്ങനെ റിവേഴ്സ് മൂഡിലാണ് നമ്മുടെ പ്രാർത്ഥനയെല്ലാം പോകുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു, ദൈവം പറഞ്ഞതിനെ ഞാൻ അനുസരിച്ചിരിക്കുന്നു എന്നൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തീകരിപ്പാൻ മതിയായവനാണ്. അവനത് ചെയ്യും. അവനത് ചെയ്യും. ഒരു
രക്ഷിക്കപ്പെട്ട, വിളിക്കപ്പെട്ട, ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും മിനിമമായ യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവം പറയുന്നതിനെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തെ അനുസരിക്കാനുള്ള പ്രതിബദ്ധത. ഇത് നമ്മൾ ഈ ഡിവൈസിലുള്ള നമ്മൾക്ക് ഒരുമിച്ചൊരു തീരുമാനം ഒന്ന് പുതുക്കാൻ കഴിയുമോ? എന്റെ ദൈവത്തെ അനുസരിക്കാൻ. പ്രായം അതിനകത്ത് ഘടകമല്ല. ദൈവം എന്നോട് പറയുന്ന അനുസരിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കും. ഞാൻ എന്നെ അതിനായി സമർപ്പിക്കും. ദൈവമക്കളെ, അനുസരിക്കാനുള്ള പ്രതിബദ്ധതയുടെ ആ ഡെൻസിറ്റി, അതിന്റെ സാന്ദ്രത കർത്താവിനറിയാം. നമ്മുടെ സാഹചര്യങ്ങൾ ഒന്നും അറിയാത്തവനല്ല അവൻ. നമ്മൾ ഏത് അവസ്ഥയിൽ ഇരിക്കുന്നു എന്ന് അറിയാത്തവനല്ല അവൻ. എന്നാൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ആഗ്രഹത്തെ പ്രവൃത്തിയായി കണക്കിടുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് കർത്താവെ, നീ അയക്കുന്നിടത്ത് ഞാൻ പൊയ്ക്കൊള്ളാം. ഞാൻ നിന്നെ അനുസരിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അനുസരണത്തിൽ വർദ്ധിച്ചു വരുന്തോറും അത്ഭുതങ്ങൾ ജീവിതത്തിൽ പെരുകും. പ്രൈസ് ദി ലോർഡ്. അനുസരണം പെരുകുന്തോറും അത്ഭുതം പെരുകും. സ്നേഹം വർദ്ധിക്കുന്തോറും അനുസരണവും വർദ്ധിക്കും. അവിടെയും പ്രയോറിറ്റി സ്നേഹത്തിനാണ്. സ്നേഹമാണ് അനുസരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ചിലപ്പോൾ സ്നേഹമുള്ളവർ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നമുക്കത് വയ്യെങ്കിൽ പോലും നമ്മളത് ചെയ്തു പോകും. പറഞ്ഞത് ഇന്ന ആളാണല്ലോ എന്ന് ഓർത്ത് നമ്മളതങ്ങ് ചെയ്യും. സ്നേഹമില്ലാത്തവർ നമ്മളോട് പറഞ്ഞാൽ പറ്റുമെങ്കിൽ പോലും നമ്മളത് ചെയ്യില്ല. അവിടെയാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഇന്നത്തെ ചിന്തയുടെ ആദ്യ ഭാഗം, ഫിലിപ്പോസിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, പോക എന്ന് പറയുമ്പോൾ പുറപ്പെടണം. ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഏലിയാവിനോട് പറഞ്ഞു, നീ പോയി കെരീത്ത് തോട്ടിങ്കിൽ ഒളിച്ചിരിക്ക എന്ന് പറഞ്ഞു. അവൻ അവിടെ ചെന്ന് ഒളിച്ചിരുന്നു. തോട്ടിലെ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോ ഏലിയാവ് പ്രാർത്ഥിച്ചു എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഏലിയാവ് കുടിക്കുന്ന കുടിവെള്ളം പറ്റിയെന്ന് മനസ്സിലായ യഹോവയായ ദൈവം അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് സരാഫാത്തിലേക്ക് ചെല്ലുക. അവിടെയും ഒരു സമയമുണ്ട്. എഴുന്നേറ്റ് പോക എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തോട് ചോദ്യം ചോദിച്ച് ചടഞ്ഞ് കിടക്കരുത്. എഴുന്നേൽക്കണം, പോകണം. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ. നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നവരും അതിനു വേണ്ടി ഓടുന്നവരുമാണ്. എന്തുകൊണ്ട് അത്ഭുതങ്ങൾ കാണുന്നില്ല? അനുസരിക്കാത്തത് കൊണ്ട് അത്ഭുതങ്ങളില്ല. ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടേക്കണം. അനുസരിച്ചാലേ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ കഴിയൂ. അനുസരിച്ചാലേ അത്ഭുതങ്ങൾ കാണാൻ കഴിയൂ. അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് അനുസരിക്കായ കൊണ്ടാണ്. ഫിലിപ്പോസിന് അധികം കാലമൊന്നും ആയില്ല കർത്താവിന്റെ പിറകെ അവൻ കൂടിയിട്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് അവന് മനസ്സിലായി, പരിശുദ്ധാത്മാവ് അവനെ പഠിപ്പിച്ചു, അനുസരിച്ചാൽ അത് ഉചിതം. ഒരു കാര്യത്തിൽ പോലും അനുസരണക്കേട് കാണിക്കാൻ അവരാരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഉത്തിതനായ കർത്താവ് പറഞ്ഞതെല്ലാം
ഉയർത്തെഴുന്നേൽക്കും മുമ്പ് അവനെ എങ്ങനെ അനുസരിച്ചിരുന്നോ അതുപോലെ തന്നെ അവർ കർത്താവിനെ അനുസരിച്ചു. പോകാം, പുറപ്പെട്ടു, അനുസരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. 30-ാമത്തെ വാക്യം നോക്കാമോ? ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ, അവിടെയാണ് നമ്മുടെ വിഷയം. അപ്പൊ പുറപ്പെട്ട ഫിലിപ്പോസ് എങ്ങനെയാണ് പോയത്? എങ്ങനെ പോയി? അവൻ ഓടിപ്പോയി. അവന്റെ കാലുകൾക്ക് വലിയ വേഗതയായിരുന്നു. ഓടിപ്പോയി. നമ്മളോടൊരു വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വെയിൽ നോക്കും, മഴ നോക്കും, കൊട നോക്കും, വണ്ടി നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് എല്ലാം ഒത്തു കിട്ടിയാൽ പോയാ പറയാൻ പോയിന്ന്. അതുകൊണ്ട് നമ്മൾ ഈ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കണേ. എല്ലാ ദിവസവും യോഗ ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല, സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ പോകും. കുറവായിട്ട് പറയുന്നതല്ല. ഇതാണ് കുറവിന്റെ കാരണമെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വേഗത. ഓടണമെന്നല്ല എൻ്റെ അർത്ഥം. സ്പീഡിൽ ചെയ്യണം. കർത്താവിന്റെ വേല വേഗത്തിൽ ചെയ്യണം. പനിക്കുമ്പോ പറഞ്ഞ 16 ഒപ്പിക്കില്ല എന്ന് നാട്ടിലൊരു ചൊല്ലുണ്ട്. ഇന്നത്തെ കാര്യം നാളത്തേക്ക്. അതാണ് പിശാചിന്റെ തന്ത്രം. ഇന്ന് റൊക്കം, നാളെ കടം. ഇന്നൊരു തീരുമാനം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗത്താൻ നമ്മളോട്, ലുട്ടാപ്പി നമ്മളോട് പറയും, ഇന്ന് തന്നെ എടുക്കണമെന്ന് ഇത്ര നിർബന്ധം തന്നെ, നാളെ ആയ എന്നാ കുഴപ്പം? എങ്ങനെയുണ്ട്? ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആരും ഇരുന്നു പോകും. ഇപ്പൊ നാളെ ആയെന്ന് വിചാരിച്ച് നാളെ ഉണ്ടല്ലോ. ഇങ്ങനെ നമ്മളെ ഉണ്ടല്ലോ ഗുണം പിടിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ തട്ടി 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 കൊണ്ടുപോയി നമ്മളെങ്ങനെ കൊടുക്കും. ഫിലിപ്പോസിനെ കണ്ടോ? പറഞ്ഞത് കർത്താവായതുകൊണ്ട് എത്രയും വേഗം ആ സ്ഥാനത്ത് ചെല്ലാനുള്ള ആഗ്രഹം. പോക എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടാൽ മാത്രം പോരാ, വേഗത്തിൽ ചെല്ലണം. വേഗം ചെല്ലണം, തിടുക്കത്തോടെ ചെല്ലണം. ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? ഇത് ഒരു സുവിശേഷകന്റെ ചൊറുചൊറുക്കിനെയാണ് കാണിക്കുന്നത്. വിളിക്കപ്പെട്ടവരുടെ ശുഷ്കാന്തി. ഏലിയാസറിനെ ഇസഹാക്കിന് ഒരു ഭാര്യ എടുക്കാനായിട്ട് ഏലിയാസറിനെ പറഞ്ഞയച്ചു. പദ്ദൻആരാമിൽ ചെന്നു. അപ്പോൾ അവൻ ആ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ടതിൽ പല കാര്യങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം? അവൾ 10 ഒട്ടകങ്ങൾക്കും വെള്ളം കോരി കൊടുത്തു. ഒട്ടകത്തിന് വെള്ളം കൊടുത്ത് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല. 19 ലിറ്റർ വെള്ളം ഒരു ഒട്ടകത്തിന്റെ ഉള്ളിൽ കൊള്ളും. 10 ഒട്ടകങ്ങൾക്കും അവൾ വെള്ളം കോരി കൊടുത്തു. യജമാനനും കൊടുത്തു. അപ്പോ ഞാൻ പലപ്പോഴും അത് ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കാണാറുണ്ട്. ഏലിയാസർ മാറി നിന്ന് നോക്കുന്നുണ്ടാവും ആ പെണ്ണിന്റെ ചൊറുചുറുക്ക്. നിങ്ങൾ ആ ഭാഗം ശരിക്കും വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അവൻ മനസ്സിൽ ഇങ്ങനെ ഏലിയാസർ തലയിട്ട് ആട്ടിക്കൊണ്ട് പറയാ എന്ന് ഞാനും കാണുക, ഇവൾ തന്നെയാണ് എൻ്റെ യജമാനന് കൊള്ളാകുന്ന പെണ്ണ്. എത്ര വേഗത്തിലാണ് പെരുപെരുപെരുപെരൂന്ന് ഉറവെങ്കിൽ ചെല്ലും, വെള്ളം കോരിക്കൊണ്ടിരും, ഒട്ടകത്തിന് കൊടുക്കും. അങ്ങനെ 10 ഒട്ടകങ്ങൾക്കും വെള്ളം കോരി കൊടുത്തു. ഇത്രമാത്രം സ്മാർട്ടായിട്ടുള്ള, ഇത്രമാത്രം ചൊറിചൊറുക്കുള്ള, ഇത്രമാത്രം ആ വാക്കിനോടുള്ള പ്രതിബദ്ധത കണ്ടപ്പോ ഏലിയാസർ തീരുമാനിച്ചു, ഇവൾ തന്നെ എൻ്റെ യജമാനന് പറ്റിയ പെണ്ണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കർത്താവിന്റെ മണവാട്ടിയായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ചൊറുചൊറുക്കൊരു വിഷയമാണ്.
ഉന്മേഷം. ചത്തേന്നും പറഞ്ഞല്ല, ടിക്കെന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകണം. യേശുവിന് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ടൈം ബൗണ്ട് ആയിരിക്കാൻ എപ്പോഴും ശ്രമിക്കണം. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ചെയ്യുമ്പോൾ അത് ഒരു സമയബന്ധിതമായിട്ട് അത് ചെയ്ത് തീർക്കണം. അവൻ നമ്മുടെ യജമാനനാണ്. യജമാനന് നമ്മളോട് പ്രസാദം തോന്നേണ്ടതിന് ചെയ്യുന്ന കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കണം. എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ചെയ്തു തീർക്കല്ല. കർത്താവേ, ഞാനത് ഏറ്റു, ഞാനത് ചെയ്യും. നമുക്കും അങ്ങനെയുള്ളവരെയാണ് ഇഷ്ടമെങ്കിൽ കർത്താവിന് എത്രയധികം. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ, ചൊറുചൊറുക്കാണ്, ഉത്സാഹമാണ്, ആ ഒരു മിടുക്ക് കർത്താവ് തൻ്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് കേട്ടെ, കർത്താവ് തൻ്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നാണ് വേഗത്തിൽ ചെയ്യണമെന്നുള്ളത്. കർത്താവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കാനായിട്ട് യൂദ തയ്യാറായപ്പോൾ യൂദയോടും കർത്താവ് പറഞ്ഞു, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക. ഏതായാലും നീ കാണിച്ചു കൊടുക്കും, അതുകൊണ്ട് നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക. കർത്താവിന് അതാണ് ഇഷ്ടം. ദൈവമക്കളെ, ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുന്നതാണ് കർത്താവിന് ഇഷ്ടം. നമുക്ക് പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഒരു രാത്രി വരുന്നുണ്ട്, പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഒരു കാലം വരുന്നുണ്ട്. അതുകൊണ്ട് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ചെയ്യണം. ഫിലിപ്പോസ് നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം അതാണ്, ചൊറുചൊറുക്ക്. ഫിലിപ്പോസിന്റെ ഉത്സാഹം, നിങ്ങൾ ഏത് പേരെഴുതിയാലും കുഴപ്പമില്ല. ഫിലിപ്പോസിന്റെ ചൊറുചൊറുക്ക് അല്ലെങ്കിൽ ഫിലിപ്പോസിന്റെ ഉത്സാഹം, അതാണ് 30-ാമത്തെ വാക്യത്തിൽ കാണിക്കുന്ന ഫിലിപ്പോസ് ഓടി എന്ന പ്രയോഗം. അവൻ ഓടിച്ചെന്നു രഥത്തിന്റെ അടുക്കിലേക്ക്. കാരണം അവിടെ വേറെ ആരുമില്ല. ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ പ്രസംഗിക്കാനല്ല വിട്ടത്, വെറും വിജനമായ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ആകെയുള്ളത് ഈ ഒരു വണ്ടിയുള്ളൂ. അവൻ അവിടേക്ക് ഓടിച്ചെന്ന്, എൻ്റെ കർത്താവ് അവിടെ എനിക്ക് വേണ്ടി എന്തോ ഒന്ന് വെച്ചിട്ടുണ്ട്, എൻ്റെ യേശു അപ്പച്ചൻ എനിക്ക് വേണ്ടി അവിടെ എന്തോ ഒന്ന് വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അവിശ്വാസത്തോടെ ഓടി. മൂന്നാമത്തെ കാര്യം, 35-ാം വാക്യം. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അവനോട് പറഞ്ഞു. ഫിലിപ്പോസ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അവനോട് പറഞ്ഞു. പ്രസംഗ വിഷയം യേശു ക്രിസ്തുവാണ്. വേറെ ഒരു ടോപ്പിക്കും നമുക്ക് പ്രസംഗിക്കാനില്ല. മാനസാന്തരപ്പെടണമെങ്കിൽ കഥ പറഞ്ഞാൽ പറ്റുകയില്ല, തമാശ പറഞ്ഞാൽ നടക്കുകയില്ല. മാനസാന്തരം നടക്കുന്നത് സുവിശേഷത്തിലാണ്. സുവിശേഷം പറയണം. യേശുവിനെ പ്രസംഗിച്ചു. വിളിക്കപ്പെട്ടവർ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം ഫിലിപ്പോസ് കാണിച്ചു തന്നു. ഒന്ന്, അവൻ പുറപ്പെട്ടു ചെന്നു. 2, ഫിലിപ്പോസ് ഓടിച്ചെന്നു, വേഗത്തിൽ ചെന്നു. 3, ചെന്നവനോട് യേശുവിനെ പ്രസംഗിച്ചു. വന്ന കഥയൊന്നുമല്ല പറയാനുള്ളത്, അവന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. എന്താണ് യേശുവിനെ കുറിച്ച് പറയാനുള്ളത്? അവൻ വായിക്കുന്ന തിരുവെഴുത്തിനകത്ത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. ഇപ്പൊ ചെല്ലുമ്പോൾ തന്നെ സബ്ജക്റ്റ് റെഡിയാണ്, അവന് പ്രസംഗിക്കാനുള്ള വിഷയം റെഡിയാണ്. ആ കറക്റ്റ് ടൈമിൽ ചെന്നില്ലേ നോക്കിയേ. യെശയ്യാ പ്രവചനത്തില് അതിന്റെ പിന്നാമ്പുറമുള്ള പല അധ്യായങ്ങളും വായിച്ചിട്ടുണ്ടാവും. പക്ഷെ കറക്റ്റ് ടൈമിൽ
യേശു കർത്താവിന്റെ യാഗത്തെ കുറിച്ച് ഷണ്ണൻ വായിക്കുന്ന കൃത്യമായ സമയത്ത് യഹോവയായ ദൈവം അവനെ അവിടെ എത്തിച്ചു. സബ്ജക്റ്റ് ഉണ്ടാക്കേണ്ടി വന്നില്ല, സബ്ജക്റ്റ് ഓൾറെഡി പ്രസന്റ് ആണ്. വാ തുറന്നാൽ മതി. നിൽക്കാൻ തയ്യാറാണെങ്കിൽ, പോകാൻ തയ്യാറാണെങ്കിൽ, പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ പിടിക്കണ്ട. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞതാണ്. ആ സമയത്ത് പരിശുദ്ധാത്മാവും നിങ്ങളുടെ നാവുകളിൽ അത് തരും. പിറകോട്ട് തിരിഞ്ഞ് നമ്മളങ്ങ് ഭയപ്പെട്ട് നിൽക്കുകയാണ്. എന്താണ് ഭയപ്പെട്ട് നിൽക്കണേ? നമ്മുടെ ഉള്ളിലൊരു അങ്കലാപ്പാണ്, ഒരു ഭയപ്പാടാണ്. എന്താണ് ഭയപ്പാട്? ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമോ? അവരെന്തെങ്കിലും ചോദിക്കുമോ? അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അവൻ എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സംശയം ചോദിച്ചാൽ മറുപടി പറയാൻ എനിക്ക് അറിയാൻ പാടില്ലല്ലോ. ഇത്രയെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ അവസാനം ഒരു വാക്ക് കിട്ടും. അത് ദൈവാത്മാവ് തരുന്നതല്ല. ഇനി കാണുമ്പോൾ ഒരു അവസരത്തിലാവട്ടെ. കറക്റ്റ്. അങ്ങനെ അത് തീർന്നു. ഇനി ഒരു അവസരം കിട്ടുമ്പോൾ അത് പറയാം. അപ്പോഴത്തേക്കും അല്പമൊക്കെ റെഡിയായിട്ട് വരാം. ഇതൊരു സാധാരണ രീതിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണെങ്കിൽ ഒന്ന് കൈ കാണിച്ച്. ഇതൊരു സാധാരണ രീതിയാണ്. നമ്മളുടെ ഉള്ളിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി അത് നാളെ പറയാം. ഇനിയിപ്പോ ഞാൻ അത് നോക്കിയിട്ടില്ല. ഇനി ഞാൻ അവനെ കാണും. പക്ഷെ ആ പോണ വഴിക്ക് വണ്ടി ഇടിച്ചെങ്ങാൻ ആ മനുഷ്യനങ്ങ് മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അവന് മാനസാന്തരപ്പെടാനും കർത്താവിനെ സ്വീകരിക്കാനുള്ള ഒരു അവസരം നമ്മൾക്ക് കർത്താവ് തന്നിട്ട് പോലും കൊടുത്തില്ലല്ലോ. അവിടെയാണ് നമ്മൾ അനുസരിക്കുന്നതിന്റെ വില അറിയുന്നത്. ലിയൽ മൂഡിയെ കുറിച്ച് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടത്. ഒരു മനുഷ്യൻ ഒരു ഫ്ലാറ്റിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഇരിക്കുകയാണ്. അവൻ അവിടെ നിന്നുകൊണ്ട് മൂഡിയെ വിളിച്ചു. എനിക്കൊരു സമാധാനമില്ല, ഒന്ന് ഓടി വായോ, എനിക്ക് അങ്ങയിൽ നിന്ന് അല്പം വചനം കേൾക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. വേഗത്തിൽ എൻ്റെ അടുത്തുനിന്ന് വരണം, എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. തിരക്കുള്ള മൂടി അവന്റെ സമയത്തിന് പുറപ്പെട്ടു. അവനവിടെ ചെന്നപ്പോഴേക്കും ആ വാതിൽ ലോക്കായി. ആ മനുഷ്യൻ ഞാൻ കയറിൽ തന്റെ ജീവിതം തൂങ്ങി. അവൻ അതിൽ ഇങ്ങനെ എഴുതി വെച്ചൊരു കടലാസ്: ആരും എന്നെ തിരുത്താനോ എനിക്ക് ആശ്വാസം പറഞ്ഞു തരാനോ ആരെയും ഞാൻ കണ്ടില്ല. മൂടി അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞുന്ന ദൈവത്തോട് അവൻ അനുദപിച്ചു. കർത്താവേ, നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് ഞാനത് നീ പറഞ്ഞപ്പോൾ അനുസരിച്ചില്ലല്ലോ. മൂടിക്ക് അനുസരിച്ചില്ലെങ്കിൽ സങ്കടവും അനുതാപവും കണ്ണുനീരും ഒരു ദുഃഖവും ഉണ്ട്. നമുക്ക് അതുപോലും ഇല്ല. സങ്കടവും ഇല്ല, അനുതാപവും ഇല്ല, അതൊരു തെറ്റാണെന്ന് പോലും ഇല്ല, ഒരു സോറി പോലും പറയുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ താമസം നേരിടുന്നത്. നമ്മൾ താമസിച്ചാൽ ദൈവം പ്രവർത്തിക്കാനും താമസിക്കും. നാം വേഗത്തിലായാൽ ദൈവം വേഗത്തിൽ ചെയ്യും. സ്തോത്രം. അപ്പോ ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. സഭാചരിത്രവും ആ ചരിത്രവും ഈ ചരിത്രവും ഒക്കെ പഠിപ്പിക്കുന്നില്ല. എന്ത് പഠിപ്പിച്ചാലുണ്ടല്ലോ സുവിശേഷം പഠിപ്പിക്കാൻ, പറഞ്ഞു കൊടുക്കാൻ മറക്കരുത്. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമുള്ള ആത്മരക്ഷയെ കുറിച്ച്
കൃത്യമായി ആരെയും പഠിപ്പിച്ചേ പറ്റൂ, പഠിപ്പിക്കണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. യേശുവാണ് എൻ്റെ സംസാര വിഷയം. യേശുവിനെ കുറിച്ച് ഞാൻ പറയണം. ആ നാമത്തിനുണ്ടൊരു ശക്തി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ നാം ചെയ്യുമ്പോൾ അതിനകത്തൊരു കൃപയുണ്ട്. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസിന് ഫിലിപ്പിയ സഭയിൽ നിന്ന് കിട്ടിയ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു: അവർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ പിടിക്കണ്ട. പ്രസംഗ വിഷയം കർത്താവാണല്ലോ. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതും ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് എല്ലാവരും പറ്റുന്നത് പോലെ അവനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ട് തീരുമാനിക്കണം. നല്ല പ്രായത്തിൽ പറ്റിയില്ല സാർ, ഇനി അത് സാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയരുത്. ഏത് പ്രായത്തിലും ആരോടും ലജ്ജയില്ലാതെ പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ് യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗം. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശു എൻ്റെ അഭിമാന വിഷയമാണ്. ഞാനതിൽ അഭിമാനിക്കുന്നു. അതിൽ ഞാനങ്ങ് ആനന്ദിക്കുന്ന ഒരു വിഷയമാണ്. അഭിമാനകരമായ വിഷയം നമ്മൾ എപ്പോഴും ആരോടും പറയാൻ റെഡിയാണല്ലോ. നമ്മുടെ വീട്ടിലെ കാര്യം, മക്കളുടെ കാര്യം, അതുപോലെ വീട്ടിലെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചാൽ, വീട്ടിലൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നു കിട്ടിയാൽ, സമ്പാദിച്ചാൽ, നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചാൽ, അതിലെല്ലാം നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുന്നവരാണ്. അതിനേക്കാളെല്ലാം അഭിമാനമാണ് എൻ്റെ പാപങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് ക്ഷമിച്ചു തന്നു. എൻ്റെ യേശു എൻ്റെ പാപം ക്ഷമിച്ച് ദൈവത്തിന്റെ മകനാക്കി എന്നത് എൻ്റെ അഭിമാന വിഷയമാണ്. അത് ഞാൻ പറയാം. യേശുവിനെ പ്രസംഗിച്ചു. 4-ാമത്തെ കാര്യം 37-ാം വാക്യം. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. പ്രതികരിച്ചു. പറഞ്ഞ സുവിശേഷത്തിന് മറുപടി വന്നപ്പോൾ അപ്പൊ തന്നെ ആ വിഷയത്തിൽ എന്തുണ്ടായി? മറുപടി ഉണ്ടായി. ഇന്ന് എനിക്ക് സൗകര്യമില്ലാന്ന് ഫിലിപ്പോസ് പറഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നു. അവിടെ സംസാരിച്ച വിഷയം എന്തൊക്കെയായിരിക്കണം? രക്ഷയെക്കുറിച്ചും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ മഹത്വങ്ങളെ കുറിച്ചും എങ്ങനെയാണ് കർത്താവിനോട് ചേരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും സഭയോട് എങ്ങനെ ചേരണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം വളരെ സവിസ്തരം ആര് പറഞ്ഞിരിക്കും? നിശ്ചയമായും ഫിലിപ്പോസ് പറഞ്ഞിരിക്കും. സ്നാനത്തെക്കുറിച്ച് ഫിലിപ്പോസ് പറഞ്ഞു. സ്നാനത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ഫിലിപ്പോസ് പറഞ്ഞു. അതിനു മുമ്പ് സ്നാനത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഷണ്ണനോട് സുവിശേഷം പറയുകയും സുവിശേഷത്തിന്റെ അനന്തരഫലമായ, വിശ്വാസത്തിന്റെ അനന്തരഫലമായ കർത്താവിനോട് ചേരേണ്ട കാര്യം സംബന്ധിച്ച അതിന്റെ മുഴുവൻ പ്രോസസ്സും ഫിലിപ്പോസ് ഷണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കി. ആളാമ്പ്രതി സുവിശേഷ വേലയിൽ ഞങ്ങളൊക്കെ നേരത്തെ ഇങ്ങനെ വീട് കയറാനായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ട്രെയിനിങ് തരാനായിട്ട് ഒരാളെ വിളിച്ചു വരുത്തി ട്രെയിനിങ് തന്നു. ആ ട്രെയിനിങ് കിട്ടുന്നവരെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3-4 പേരുണ്ടെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുന്നിടയ്ക്കായിരിക്കും
ഒരാൾക്ക് ബോധോദയം ഉണ്ടാവണേ, ഒരാളുടെ ബന്ധം ചോദിക്കും, നിങ്ങളുടെ മോളെ എവിടേക്ക് ഇട്ടിച്ചേക്കണേ. ഉടനെ തന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് പോകും. അപ്പോഴായിരിക്കും വേറെ കൃഷിയിൽ താല്പര്യമുള്ളവൻ ചോദിക്കും, പശു എത്രയുണ്ട്, ഇപ്പൊ കൃഷിയുണ്ടോ? അപ്പൊ ഈ സുവിശേഷം തുടങ്ങിയവൻ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടങ്ങിയ സുവിശേഷം എങ്ങും എത്തിക്കാൻ കഴിയാതെ എല്ലാവരും നാല് വഴിക്ക് പോകും. ഞങ്ങളിത് വന്നിട്ട് സീനിയേഴ്സ് ആയിട്ടുള്ളവരോട് പറയും, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്നാ ചെയ്യണേ. എത്ര പറഞ്ഞാലും ആമുഖം പറയണമെന്ന് വിട്ടു കഴിഞ്ഞാൽ ആമുഖം ചോദിച്ച് തന്നെ പിന്നെ ബന്ധമായി, ആ വീട്ടുകാരായി. അപ്പൊ അത് വല്യപ്പന്റെ അല്ലേ, അപ്പൊ അത് കൊച്ചപ്പന്റെ അല്ലേ, അപ്പൊ കൊച്ചപ്പന്റെ ആണെങ്കിൽ അവരെവിടെ കെട്ടിച്ചേക്കണേ. ഇത് നമ്മളിങ്ങനെ കേട്ടിരുന്നത് ഇവര് പിന്നെ വേറെ വഴിക്ക് കൊണ്ടുപോയി. അത് നമ്മുടെ പിടി വിട്ടുപോയി. ഇനി അവർ റീകോൾ ചെയ്യണമെങ്കിൽ ഉള്ള പണി ചെറുതല്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കും സീനിയേഴ്സിനും ക്ലാസ് വെച്ചു. ഈ ക്ലാസ് വെച്ചാൽ ഇത് പഠിക്കണ്ടേ, പഠിച്ചതേ പാടൂ. പുതിയൊരു സിസ്റ്റത്തിലേക്ക് ആരും കയറി വരില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത കാര്യം പറയാം. നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിനിണങ്ങിയ, അപ്പോഴത്തേക്കും നമ്മൾ സീനിയറായി, എനിക്ക് മനസ്സിനിണങ്ങിയതും നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനോട് വിധേയപ്പെട്ടോ, അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളിൽ ഏർപ്പെടാത്ത ചിലരെ കൂട്ടിക്കൊണ്ട് പോകും. പിള്ളേരായതുകൊണ്ട് എന്നെ ഒറ്റയ്ക്കൊന്നും വിടുകയല്ല, സീനിയേഴ്സിനെ കൂട്ടിയേ വിടുകയുള്ളൂ. അപ്പൊ അവരെയും കൂട്ടിക്കൊണ്ട് നമുക്ക് തടസ്സമില്ലാത്തവരെയും കൊണ്ടുപോകും. ഇതുപോലെ ലാവേലി വായിക്കുന്നവരെ കൊണ്ടുപോകില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവമക്കളെ, പറയേണ്ട കാര്യം പറയാനുള്ള സമയം നമ്മൾ നഷ്ടപ്പെടുത്തും. പറയേണ്ട കാര്യം പറയില്ല. ഇപ്പൊ സുവിശേഷം എന്ന് പറയുന്നത്, സ്വർഗം മനുഷ്യന് സൗജന്യമാണ്. സ്വർഗം മനുഷ്യന് സൗജന്യമാണ്. രക്ഷ മനുഷ്യന് സൗജന്യമാണ്. സൗജന്യമായി തരാനും ദൈവം ഒരുക്കമാണ്. പക്ഷെ സൗജന്യമായി തരുന്ന അതിനെ ഒരു പാപിക്ക് ഒരിക്കലും കൊടുക്കില്ല. പാപത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം അവനത് കിട്ടില്ല. അതതിൻ്റെ അടുത്ത വിഷയമാണ്. ആരാണ് പാപി എന്നതും പാപത്തെക്കുറിച്ചും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള പാരഗ്രാഫാണ് അവിടെ. ആരാണ് പാപി? ആ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കഴിഞ്ഞ് ആ പാപത്തിന്റെ പരിഹാരം, യോഹന്നാൻ 3:16, കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ആ വിഷയത്തിനൊരു പൂർത്തീകരണം വരുത്തും. നിങ്ങൾ ആരോട് സുവിശേഷം പറഞ്ഞാലും പറയുന്ന സുവിശേഷത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടാകണം. ആ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഇവിടെ ഫിലിപ്പോസ് അണ്ണനോട് പറഞ്ഞു, നീ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തുവിനെ നീ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ താമസിക്കണ്ട, നിനക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്നാനം സ്വീകരിക്കാം, സ്നാനപ്പെടാം. അതൊരു പുതിയ വസ്തുതയായിരുന്നു. അവൻ അറിയില്ലായിരുന്നു. അവനത് പറഞ്ഞു കൊടുത്തപ്പോ അവനതിന് തയ്യാറായി. സുവിശേഷത്തിനകത്ത് രക്ഷണ്യ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വസ്തുതയാണ് കാൽവറിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിനെ കുറിച്ച് മാത്രമല്ല, ആ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ എന്താകണം എന്നുകൂടി പറഞ്ഞു. നമ്മൾ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ചെയ്യുന്ന ശുശ്രൂഷ അതാണ്. സ്നാനപ്പെട്ടവരെ വീണ്ടും സ്നാനപ്പെടുത്തുന്ന കാര്യമല്ല, അതല്ല പ്രധാനം. സ്നാനപ്പെടാത്തവരോട് സ്നാനത്തെ കുറിച്ച് പ്രസംഗിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്നാനം ഒരിക്കലത് സ്വീകരിച്ചാൽ പിന്നീട് സ്നാനമല്ല വേണ്ടത്, വിശുദ്ധിയും ദൈവത്തോടുള്ള സ്നേഹവുമാണ് നമുക്ക് ആവശ്യം. പക്ഷേ കർത്താവിനെ സ്നേഹിക്കാത്തിടത്തോളം കാലം, വിശുദ്ധിയിൽ ജീവിക്കാത്തിടത്തോളം കാലം, ഏത് സഭയിലാന്ന് പറഞ്ഞാലും, എത്ര സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാലും, സുവിശേഷം പൂർത്തീകരിക്കപ്പെടാൻ നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് അവനെ മടക്കി കൊണ്ടുവരണം. സ്നാനപ്പെടാത്തവനെ
സ്നാനപ്പെടുത്തുകയും സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും അവനെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് കർത്താവിന്റെ സഭയോട് ചേർക്കുകയും ചെയ്യും. ഭാരതത്തിൽ ഇന്ന് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാൻ സാധിക്കുന്നത് ഏകദേശം 6700-ഓളം പേര് നമ്മുടെ ബാപ്റ്റിസം കണക്കനുസരിച്ച് അത്രയും പേർക്ക് സ്നാനം കൊടുത്ത് വലിയവനായ കർത്താവിന്റെ തിരുസഭയോട് ചേർക്കാൻ ദൈവം നമ്മളെ ഉപയോഗിച്ചു. ഞാൻ ചെല്ലുമ്പോൾ അവർക്ക് സ്നാനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട്. അതിന്റെ മഹത്വത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരും കുടുംബമായി കടന്നു വന്ന് സ്നാനമേറ്റ് കൂട്ടമായി കടന്നു വന്നു 35 പേരോളം വന്ന് സ്നാനപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മക്കളെ കൂട്ടത്തിന്റെയോ കുടുംബത്തിന്റെയോ വ്യക്തിയുടെ അല്ല, യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ച് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർന്ന് മുൻപോട്ട് പോകാൻ സുവിശേഷം നമ്മെ നിർബന്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമത്തെ കാര്യം, ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തി. ആകാമെന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ അത് ചെയ്തു. അതിനാരും അന്വേഷിക്കാൻ പോയില്ല. അതിനുള്ള അധികാരവും അതിനുള്ള അവകാശവും കർത്താവിൽ നിന്ന് ഫിലിപ്പോസിന് ഉണ്ട്. നിങ്ങൾ പുറപ്പെട്ട് എന്ത് ചെയ്യണം? സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം. പിന്നെ അവരെ സ്നാനപ്പെടുത്തണം, അവരെ ശിഷ്യരാക്കണം, സുവിശേഷം പങ്കുവയ്ക്കണം, സ്നാനപ്പെടുത്തണം, ശിഷ്യരാക്കണം. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ നിയോഗം. ശിഷ്യത്വത്തിന്റെ പദവികളിലേക്ക് ഓരോ വിശ്വാസിയെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ആറാമത്തെ കാര്യം, ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. എത്രാമത്തെ വാക്യാന്നറിയാം? 39-ാമത്തെ വാക്യം. സ്നാനപ്പെടുത്തി എന്നുള്ളത് 38-ാമത്തെ വാക്യം. അഞ്ചാമത്തെ കാര്യം സ്നാനപ്പെടുത്തി എന്നുള്ളത് 38-ാമത്തെ വാക്യം. ആറാമത്തെ കാര്യം ഫിലിപ്പോസിന്റെ വിധേയത്വമാണ്. ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. 39-ാമത്തെ വാക്യം. ആത്മാവാണ് അവിടെ കൊണ്ടുവന്നാക്കിയത്. അവിടേക്ക് അയച്ചത് ആത്മാവാണ്. ആത്മാവ് അവിടുന്ന് കൊണ്ടുപോയപ്പോ പോയി, അവന്റെ ഡ്യൂട്ടി തീർന്നു. പൂർണ്ണമായി പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്തുകൊണ്ടുള്ള ശുശ്രൂഷ, വാക്കുകളിലല്ല, പ്രവൃത്തിയിൽ. അവന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. അവൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. സുവിശേഷം പറഞ്ഞു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെടുത്തി, സഭയോട് ചേർത്ത്, കർത്താവിന്റെ ശരീരം എന്ന സഭയോട് ചേർത്ത് അവനെ ആത്മാവ് കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത ആളുടെ അടുക്കിലേക്ക് അവനെ കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോ 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആറാമത്തേത്, അവൻ സഞ്ചരിച്ചു, എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചു. 40-ാം വാക്യം. ഇത് ഫിലിപ്പോസിന്റെ സ്ഥിരോത്സാഹത്തെ കാണിക്കും. സ്ഥിരോത്സാഹം. അതുകൊണ്ട് തീർന്നില്ല. അവിടെ നിന്ന് അവൻ ചുറ്റി സഞ്ചരിച്ചു, എല്ലാ പട്ടണങ്ങളിലും അവൻ സുവിശേഷം അറിയിച്ചു. പിന്നെ നമുക്ക് ഇവനെ കാണുന്നത്, പുസ്തകപ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത് 20 വർഷം, ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം സുവിശേഷകനായ ഫിലിപ്പോസിനെ നമ്മൾ കാണുന്നത് കൈസരിയായിലാണ്. 21-ാം വാക്യം. റോമ ആസ്ഥാന നഗരത്തിന്റെ അല്ലെങ്കിൽ റോമൻ ഗവർണറുടെ ആസ്ഥാന നഗരമായിരുന്നു കൈസരിയ.
ആ കൈസരി എന്ന മഹാപട്ടണത്തിലാണ് ഏകദേശം 10-20 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഫിലിപ്പോസിനെ കാണുന്നു. ഫിലിപ്പോസിനെ ശമരിയയിലെ ശുശ്രൂഷയ്ക്കായി ദൈവം ധാരാളമായി ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ ഇന്ന് 7 കാര്യങ്ങൾ ഫിലിപ്പോസിനെ കുറിച്ച് പറഞ്ഞു. ഞാനൊന്ന് റിവ്യൂ ചെയ്യാം. നിങ്ങൾ നോക്കിക്കോളൂ. 1, അവന്റെ അനുസരണം. അവൻ പുറപ്പെട്ടു ചെന്നു. വാക്യം 27. 2, അവന്റെ ചുറുചുറുക്ക്. ഫിലിപ്പോസ് ഓടി. വാക്യം 30. 3, അവന്റെ വിഷയം. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. വാക്യം 35. 4, അവന്റെ പ്രതികരണം. ഫിലിപ്പോസ് പറഞ്ഞു. വാക്യം 37. 5, അവന്റെ സേവനം. അവനെ സ്നാനപ്പെടുത്തി. വാക്യം 38. 6, അവന്റെ വിധേയത്വം. ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. വാക്യം 39. 7, അവന്റെ സ്ഥിര പരിശ്രമം. വാക്യം 40. അവൻ സഞ്ചരിച്ചു, എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചു. പിന്നീട് 9-ാം അധ്യായം മുതൽ പിന്നെ പൗലോസാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഫിലിപ്പോസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ദൈവം ധാരാളമായി കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. ഇതിൽ നിന്ന് നമുക്ക് ധാരാളം മാർഗോപദേശങ്ങൾ ഫിലിപ്പോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തണം ഒരു സുവിശേഷകൻ. ഒരവസരം പോലും നാളത്തേക്ക് മാറ്റി വെക്കരുത്. എല്ലാ അവസരങ്ങളെയും അനുഭവങ്ങളാക്കി മാറ്റണം. പോകുക എന്ന് പറഞ്ഞാൽ പോകണം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ആദ്യം പറക്കുക, പിന്നെ ഓടുക, പിന്നെ നടക്കുക, പിന്നെ ഇരിക്കുക, പിന്നെ വിശ്രമിക്കുക. എന്നാ നിങ്ങൾക്ക് മനസ്സിലായില്ല? വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആദ്യ സ്നേഹത്തിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ പാറി പറക്കും. കർത്താവിന് വേണ്ടി അങ്ങ് എരിയും. അത് വേണം, അങ്ങനെ തന്നെ വേണം. ആ പറക്കൽ കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മൾ കുറേയും കൂടി മച്യൂരിറ്റിയായി, ആത്മീയമായി കുറേയും കൂടി ഇരുത്തമായി. അപ്പോൾ നമ്മൾ ഓടും, മാക്സിമം ഓടും. പിന്നെ ഓട്ടം കഴിയുമ്പോൾ അപ്പോഴേക്കും നമ്മളുടെ ആരോഗ്യത്തിൽ കുറവാകും. നമ്മൾ ഓട്ടം കഴിഞ്ഞ് നടപ്പ് കഴിഞ്ഞ് കുറേയും കൂടി കഴിയുമ്പോൾ പിന്നെ കുറേയും കൂടി പറ്റില്ലാണ്ടാവും. അപ്പോൾ നമ്മൾ ഇരിക്കും. അതും കൂടി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ അപ്പന്റെ അടുത്ത് പോയി നമ്മൾ വിശ്രമിക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ക്രമം. ഞാനിപ്പോ പറക്കേണ്ട സമയത്തൊന്നും പറഞ്ഞില്ല, ഓടേണ്ട സമയത്തൊന്നും ഓടിയുമില്ല. പിന്നെ ഇപ്പൊ ഇരിക്കേണ്ട സമയത്താണ് സ്നേഹത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. ഇനിയിപ്പോ എന്നാ ചെയ്യേണ്ടതെന്ന് കർത്താവിന് നമുക്ക് മാത്രമേ അറിയാവൂ. എന്നാലും പറ്റുന്നത് പോലെ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മറ്റൊരു കാര്യം, ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുകയും ദൈവാത്മാവിന്റെ ശബ്ദം അനുസരിക്കുകയും ചെയ്യണം. അത് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവാത്മാവ് ശുശ്രൂഷ ചെയ്യുന്ന ഒരാള് ദൈവാത്മാവിന്റെ ഉപദേശം കേൾക്കണം, ദൈവാത്മാവിന്റെ ആലോചന കേൾക്കണം, കേൾക്കുന്നത് അനുസരിക്കാനായിട്ട് തയ്യാറാകണം. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. എനിക്കത് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇന്നത് തീർക്കാനുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കുക. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. എപ്പോഴും ഒരാളോട് അല്ലെങ്കിൽ ഒരു കൂട്ടത്തോട്, ഒരു കൂട്ടായ്മയോട്, നമ്മുടെ മുമ്പിൽ വരുന്ന ജനത്തോട് സുവിശേഷം പറയാനുള്ള ഒരുക്കമുള്ള മനസ്സ് എപ്പോഴും നമുക്കുണ്ടാകും.
ഒരു കാര്യം കർത്താവിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും നോ പറയരുത്. ആരോടും ഒരു കാര്യം ചോദിക്കണ്ട. എനിക്ക് സാക്ഷ്യം പറയാനൊരു അവസരം തരാമോ, എനിക്ക് പ്രസംഗിക്കാനൊരു അവസരം തരാമോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം ദൈവം നമ്മളെ ഉപയോഗിക്കും. ഓവർടേക്ക് ചെയ്ത് കയറണ്ട. പക്ഷെ അവൻ നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ, ഇന്ന് എനിക്കൊരു അല്പം അസൗകര്യം ഉണ്ടല്ലോ, ആ വാക്ക് കർത്താവിന് ഇഷ്ടമല്ല, ആ വാക്ക് പറയരുത്. ഇന്ന് എനിക്ക് ഒരല്പം അസൗകര്യം ഉണ്ടല്ലോ, പറയരുത്. നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട്, നമ്മൾ അതുപോലെ തന്നെ ഒരു ശുശ്രൂഷയുടെ മുഖത്താണെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ നമ്മൾ അസുഖങ്ങളില്ലാതിരിക്കെ പോലും അതാണെന്നൊന്നും പറഞ്ഞ് നമ്മൾ എസ്കേപ്പ് ചെയ്യരുത്. പറയുന്നതിനെ അനുസരിക്കാൻ തയ്യാറാകുക, ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക, കർത്താവിനായി നിൽക്കുക. ഫിലിപ്പോസ്, ഷണ്ണൻ രണ്ടുപേരും നമ്മുടെ ജീവിതത്തിൽ ഏറെ കാര്യങ്ങൾ പങ്കുവെച്ചു തന്നു. അവരെ ഓർത്ത് അവരെ നമുക്ക് ഒരു ദിവസം കാണാം. ശരിയാണോ? നിശ്ചയമായിട്ടും ഫിലിപ്പോസിനെയും കാണാം, നമ്മുടെ ഷണ്ണനെയും കാണാം. നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ വിശ്വസിക്കാം. നിത്യയുടെ തുറമുഖത്ത് അവൻ ധാരാളം ഭക്തന്മാരെ വിളിച്ചു കൂട്ടുന്ന കാലത്ത് ആ കൂട്ടത്തിൽ ഞാനും കാണും. പേർ വിളിക്കും നേരം എൻ പേരും കാണും, ഷണ്ണന്റെ പേരും കാണും, ഫിലിപ്പോസിന്റെ പേരും കാണും. പൗലോസ് ഉണ്ട് അവിടെ, തിമോത്തിയോസ് ഉണ്ട് അവിടെ, പത്രോസും ഉണ്ടവിടെ, മത്തായിയും ലൂക്കോസും ഉണ്ടവിടെ, യോഹന്നാൻ ഉണ്ടവിടെ, സകല ഭക്ത ശിരോമണികളും, ബർന്നബാസ് ഉണ്ടവിടെ, മാർക്കോസ് ഉണ്ടവിടെ, സ്തെഫാനോസ് ഉണ്ടവിടെ. ഈ ഭക്തന്മാരുടെ കൂട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് ഞാനും ചേരാനുള്ള കാലം ഒട്ടും ദൂരത്തല്ല. നമുക്ക് അവിടെ വെച്ച് അവരെ കാണാൻ ദൈവം കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. കണ്ണുകളെ സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള നൽകി തന്ന ഈ സമയത്തിനായിട്ട് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും. ഞങ്ങളോട് സംസാരിച്ച നിന്റെ വചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തും. ദൈവമേ, രക്ഷാനിർണയവും ഉറപ്പും ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാൾതോറും വചനത്തിന്റെ ബലത്തിലും വചനത്തിന്റെ ശക്തിയിലും ജീവിക്കാൻ ആവശ്യമായ ദൈവകൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നന്ദി കർത്താവേ, നന്ദി. അങ്ങയുടെ കരങ്ങളിലേക്ക് സാധുവായ ബലഹീനനായ ഈ എളിയവനെ എന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. വചനപ്രകാരം ജീവിപ്പാൻ, വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിപ്പാൻ അങ്ങ് എനിക്ക് കൃപ തരണം. വചനം പഠിക്കാനും പഠിപ്പിക്കാനും എന്നെ സഹായിക്കും. എന്തെല്ലാം വെല്ലുവിളികൾ എനിക്ക് നേരിട്ടാലും പതറിപ്പോകാതെ നിൽക്കാൻ എന്നെ സഹായിക്കണമപ്പാ, സഹായിക്കണമപ്പാ. എനിക്കിനി വേണ്ടത്, സുവിശേഷം ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു സഭയുടെ അംഗമാണ്, ഏതോ ഒരു സഭയുടെ അംഗമാണ്. ഞാൻ കർത്താവിന്റെ ശരീരം എന്ന സഭയോട് ചേർക്കപ്പെടുക എന്ന കാര്യവും നടന്നിട്ടുണ്ട്. പക്ഷെ എന്നിൽ ഒത്തിരി മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കും. ആ മാലിന്യങ്ങളെ കഴുകി വെടിപ്പാക്കി വിശുദ്ധിയോടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.